മകന്റെ റൂമിൽ പോയി നോക്കിയാല് കടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുഖം പ്രകാശിക്കുന്നത് കാണാൻ പറ്റുന്നതായി പറഞ്ഞു. ഭയങ്കര അത്ഭുതം തന്നെ ആയിരിക്കും. ഒന്ന് പോയി നോക്കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. രോഗം വരുന്ന അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ടേ, ടൈം ടേബിൾ മാറും. ഇതിന്റെ ടൈം ടേബിൾ ഇതെല്ലാന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് അപ്പൊ കാര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ പണി മനുഷ്യന് പറ്റൂല. അത് മൃഗീയ ശൈലിയാണ്. പ്രകാശവും ചന്ദ്രനെ വെളിച്ചവുമാക്കി എന്തിനാണിത്? വർഷങ്ങൾ കണക്കാക്കാനും സമയം അറിയാനുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുക. ഇങ്ങനെ സമയത്തിനെങ്ങനെ ക്രമീകരിച്ച് അള്ളാഹു എന്തിനാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഓരോ മോമിനികളും ചിന്തിക്കേണ്ടത്. ഒന്നാമത്തത് ഇബാദത്തിനെ ക്രമീകരിക്കൽ തന്നെയാണ്. കാരണം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു പടച്ചതിന്റെ ലക്ഷ്യം തന്നെ ഇബാദത്താണ്. അപ്പൊ ആ ഇബാദത്ത് ക്രമത്തിലാവണം. നിസ്കാരം 5 വഖത്താണ്, അതിന് നിശ്ചിത സമയങ്ങൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. നോമ്പ് എല്ലാ മാസവും നോമ്പെടുക്കേണ്ടതില്ല, റമദാൻ എത്തുമ്പോൾ നോമ്പ് വെച്ചാൽ മതി. അതുപോലെ സക്കാത്തിന്റെ കണക്ക് നോക്കേണ്ടതുണ്ട്, അതിന് വർഷം തികയണം, അതിന് വർഷം അറിയണം, ഡേറ്റ് അറിയണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഇബാദത്തുകളുടെ ക്രമപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഇങ്ങനെ സമയത്തെ ക്രമീകരിച്ചത് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. തന്നെ മനുഷ്യ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്താനാണ്, ശാസ്ത്രീയപരമായി മനുഷ്യ ജീവിതത്തെ ക്രമപ്പെടുത്താം. എന്ന് വെച്ചാൽ തോന്നുമ്പോ ഉറങ്ങാം, തോന്നുമ്പോ എണീക്കാം, തോന്നുമ്പോ നിസ്കരിക്കാം, തോന്നുമ്പോ ജോലിക്ക് പോവാം. ഇങ്ങനത്തെ പണി മനുഷ്യന് പറ്റൂല. അത് മൃഗീയ ശൈലിയാണ്, മനുഷ്യന് യോജിച്ചതല്ല. മനുഷ്യൻ ജീവിക്കേണ്ടത് സമയമനുസരിച്ചാണ്. എന്നും കറക്റ്റ് സമയത്ത് എണീക്കുന്നു, എന്നും കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നു. ഈ ഒരു രീതിയിലേക്കാണ് മനുഷ്യൻ മാറേണ്ടത്. ഇന്ന് ഒരുപാട് മുഖങ്ങൾ പ്രകാശിക്കുന്ന കാലമാണ്. നമ്മൾ ഹദീസിലൊക്കെ കേട്ടിട്ടുണ്ട്, മഹ്ശറയിലെത്തുന്ന സമയത്ത് ചില ആളുകൾ വുളൂ ചെയ്ത ആളുകൾ എന്ന് പ്രത്യേകം ഒരു വിഭാഗം മഹ്ശറയിൽ ഇങ്ങനെ ഹാജരാക്കും. അവരുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും, അവരുടെ കൈയും തിളങ്ങുന്നുണ്ടാവും. എന്താ കാരണം? വുളൂ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായി വുളൂ എടുക്കുകയും മുഖങ്ങളൊക്കെ കുറച്ച് മേലേക്ക് കയറ്റി, കൈയൊക്കെ മേലേക്ക് കയറ്റി കഴുകി, കാലൊക്കെ നല്ലോണം കയറ്റി നല്ല വൃത്തിയാക്കി ഒതുണ്ടാക്കുന്ന ആളുകളാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോ നമ്മളെ മകന്റെ റൂമിൽ പോയി നോക്കിയാല് കടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുഖം പ്രകാശിക്കുന്നത് കാണാൻ പറ്റുന്നതായി പറഞ്ഞു. ഭയങ്കര അത്ഭുതം തന്നെ ആയിരിക്കും. ഒന്ന് പോയി നോക്കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ടാവും. എന്തായിരിക്കും ആ സാധനം? മൊബൈൽ ഓണാക്കി കിടക്കാണ്. അപ്പൊ രാത്രി എപ്പോഴാ ഉറങ്ങണത് അറിയില്ല. എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. 12 മണിക്കും 1 മണിക്കും 2 മണിക്കൊക്കെ ഉറങ്ങണത്. പിന്നെ സുബഹിക്ക് നമ്മൾ വിളിച്ചാൽ എണീക്കോ? ഇല്ല. ഇങ്ങനെ ആവാൻ പാടില്ല മനുഷ്യന്റെ ജീവിതം. തോന്നിയ പോലെ ആവാൻ പാടില്ല. കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീക്കുന്ന ഒരു സിസ്റ്റം മനുഷ്യന് വരണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല സമയത്തെ ക്രമീകരിച്ചത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ഒരു ടൈം ടേബിൾ വേണം. അത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും സ്കൂളത്തെ കുട്ടികൾക്ക് മാത്രം പോരാന്നാ പറഞ്ഞു. എപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഇന്നിപ്പോ എത്ര ഡേറ്റ്, ഏതാ സമയം, മൂപ്പര് ഈ സമയത്ത് അവിടെ ഉണ്ടാവും എന്ന് അയാളെ കുറിച്ച് പറയാൻ പറ്റണം. ഇതാണ് ഒരു ക്രമത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് പങ്കെടുത്തുന്നില്ലേ എന്നാ അയാൾ പള്ളിയിൽ ഉണ്ടാവട്ടോ. ആ സമയത്ത് അർജന്റ് ഇല്ലാത്ത എന്തെങ്കിലും ആരിവാവാത്ത കാരണങ്ങൾ കൊണ്ടല്ലാതെ ആ സമയം മാറാൻ പാടില്ല. എന്നാൽ നമ്മക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. രോഗം വരുന്ന അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ടേ, ടൈം ടേബിൾ മാറും. ഇതിന്റെ ടൈം ടേബിൾ ഇതെല്ലാന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് അപ്പൊ കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതല്ലാത്ത നിലയ്ക്ക് ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ്. അതുപോലെ തന്നെ സമയം അള്ളാഹു തന്നതിന്റെ കാരണം പഠിപ്പിക്കുന്നത് കാണാം. നാളെ മഹ്ശറയിൽ ആ സമയത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെറുതല്ല, അള്ളാഹു ചോദിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞത് കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. അവന്റെ വയസ്സ് 60, 70, 40, 30 എത്ര വയസ്സാണോ ആ വയസ്സുകാലം അവൻ ജീവിച്ചതിന്റെ എല്ലാ സെക്കൻഡുകളെ പറ്റിയിട്ടും പടച്ചവന്റെ മുമ്പിൽ വിവരിച്ചു കൊടുത്തിട്ടേ അവന്റെ കാല് വെച്ചോടത്ത് നടക്കാൻ കഴിയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് പോലും അതിന് മാറിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു സമയമാണ് പള്ളിയിൽ ഉത്തർക്കുന്ന സമയം. ഈ മജ്‌ലിസ് വന്നിരിക്കുന്ന സമയം ധൈര്യത്തിൽ പഠിച്ചവന്റെ മുന്നിൽ നമുക്ക് എന്താവാം പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ എന്തായാലും തെറ്റില്ല, പള്ളിക്ക് ഉത്തർന്ന് എന്തായാലും തെറ്റില്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് നല്ല സമയമായിരിക്കും. ഇങ്ങനെയുള്ള കുറെ സമയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ
അള്ളാന്റെ മുന്നിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ ഇങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഇങ്ങനെ സമയത്തെ ക്രമീകരിച്ചിട്ടുള്ളത്.